വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷും ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നിരദാഭം നാലാലങ്കാരലേദീപ്തം ദധജമുരുജടാ മണ്ഡലം രാമചന്ദ്രം. വാണീദേവി സുനീലവേണി ശുഭഗേ വീണാരവം കൈതൊഴും വേൻ. വാണീ വൈഭവമോഹിനി നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷം അശേഷമാശുകളവാൻ നാവിലെത്യാദരം നാണീടേണമെന്തിനും നിന്നടയിൽ ഞാൻ വീഴും മൂകാംബികേ. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിപുരം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.
ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു നമ്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നേ മുതാ നാവിന്മേൽ. നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ, വാരിജോത്ഭവമുഖവാരിയവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. ഹരേ രാമ. ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ്. രാമായണം വളരെ പ്രയാസമേറിയതാണെന്നുള്ള ധാരണ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റുക. മണിപ്രവാളത്തിലാണിത് രചിച്ചിട്ടുണ്ടെങ്കിലും എഴുതിയിരിക്കുന്നതെങ്കിൽ തന്നെയും വളരെ സരളമായി സരസമായി നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു ഐതിഹാസിക ഗ്രന്ഥമാണ് ശ്രീരാമായണം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മലയാളത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് നമ്മളൊക്കെ പിന്തുടരുന്നത്. വാൽമീകി രാമായണം ആണെങ്കിൽ സംസ്കൃതമാണ്, ഇത് മലയാളമാണ്. പക്ഷെ അതിൽ സംസ്കൃത പദങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ രീതി മുമ്പോട്ട് പോകുന്നത്. ഇന്ന് വായിക്കുന്ന ഭാഗം വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ്. ഹരിയോ. അക്കാലം വിശ്വാമിത്രനായ മുനികുലമുഖ്യനും അയോധ്യയ്ക്കം മാറെഴുന്നള്ളിയിടിനാൻ. രാമനായി അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാവൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ. കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്ത് വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ, അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടിയെഴുന്നള്ളിയ മൂലം. കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതും എന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ, ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ, വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും വിദുദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും
അനുചരന്മാരുമായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നു ഇടുക നിനക്കു മഹീപതേ. കല്യാണമതേ കരുണാനിധേ നരപദേ ചിന്താചഞ്ചലനായ പണ്ഡിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിൻ ഇല്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോ ഒന്നു നല്ലതിപ്പോഴെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തീരണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അധികോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാത പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ. നാരായണം നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ. മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുടെ പത്നിയാകുമതിഥി കൗസല്യ കേള്. ഇന്നിരുവരും കൂടെ സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മഹാമുഹുരാത്മനി. വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സരം ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു. നീ വാങ്ങിക്കൊൾ വരമെന്നാർ പുത്രനായി പിറക്കേണം എനിക്കു ഭവാനെന്നും സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ. ഭാരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടുകൊണ്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയെയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായി ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവൻ തമ്മിൽ യോഗം കൂടിയിടുവതിന് എന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു പൊയ്ക്കണ്ടാലുമെന്നാമോദം പൂണ്ട നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമലക്ഷ്മണ വരികയെന്നരികെ ചേർത്തുമാറിലണച്ചു ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാലവും വന്നിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ച് മുനീന്ദ്രനും. ചാപതോണീര ബാണഖഡ്ഗ പാണികളായ ഭൂപതിമാകുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം
മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും വീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടകർ പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലേ ഈ വഴിയാരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടം ദേശമല്ലോ. അവളെ പേടിച്ചാലും നേർവഴി നടപ്പീല ഭുവനവാസിജനം. ഭുവനേശ്വര പോറ്റി, കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി വരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതോ രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷണം. സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ. പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ട് അരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാകമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്യും ദേതും. ദുഷ്ടരാം നിശാഞ്ചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടവാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അത് കാലമാഗമിച്ചിതു. നക്തഞ്ജരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരമന്നേരം. മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായി ഏറിയൊരു യോജന വാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം. അന്നേരം അവിടെയും ചെന്നിതു രഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ല. അഞ്ഞവനെന്നെ രക്ഷിക്കണമെന്ന്
അഭയം പൂണ്ടിനാൻ അഭയം പുക്കിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാന് അന്നു തുടങ്ങി മാരീചനം. പറ്റലർ കുലകാലനാകിയ സൗമിത്രയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതന്നു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണാദ്ര കുലനേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചത് വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികനാവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം. പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയ്യംബകമാകിന മാഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു. പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ ആർച്ചിതമനുദിനം ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനോരത്നം. താപസേന്ദ്രന്മാരോടീ വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം. ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യവാദബലതാൽ പല ലസാലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കൗതുകം കണ്ടു പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദം ഇതമാർക്കുള്ള മനോഹരമാശ്രയ യോഗ്യം മാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ. തത്വമെന്തെന്നരുൾ ചെയ്യണം തവോ നിധേ എന്നതു കേട്ടു വിശ്വാമിത്രന് മുര ചെയ്തു പന്നക ഷായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാണി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ശോകേശം നിജ സുതയായുള്ളോരഹല്യയാം ശോകസുന്ദരിയായ കന്യകാരത്നം ഗൗതമമുനീന്ദ്രന് കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ച് ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട ദുശ്യവനനും കുസുമായുധാവശനായാൻ ചെന്തൊണ്ടിവായും മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പിച്ചന് അതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഹൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരീ ഗാത്രി രൂപം ചിന്തിച്ച് അനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനും ഇപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട അന്ത്യയാമാദിയിൽ വന്ദനത്തിന് ഗൗതമൻ പോയ നേരമന്തരാപുക്കുടൻ ഉജരാ ജാന്തരേ പരവശാൽ സുത്രാമാം മാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും
മിത്രം തന്നുദയമൊട്ടിട്ട് അടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേവത് പൂണ്ടു നിന്നാൽ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നെല്ലാരാകുന്നതെന്തിതോ ദുഷ്ടാത്മാവേ ചൊല്ലു നീയല്ലോ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർജ്ജലനായ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിയിടെന്നറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കും. അവനിപ്പോൾ ചൊല്ലിനാനതു നേരം രാമചന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയാൽ എല്ലാം അകപ്പെട്ടത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. സഹസ്രാഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമം അകമ്പുക്കപ്പോൾ അഹല്യയും വേഭത് പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം വന്നോ നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാൻ അതിന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാര ആതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളും ഒന്നും ഇവിടെ ഉണ്ടായി വരാം. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യൽ വത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാനന്നു തൊട്ടവിടെ വാണിടിനാൾ അഹല്യയും എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാനന്നു തൊട്ടിവിടെ വാണിടിനാൾ അഹല്യയും നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിയുന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണയേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മ നന്ദനയായ ഗൗതമപത്നിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാലും ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശുഷു തൃക്കയ്യും പിടച്ചുടാ ജാങ്കണം ബുക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമദ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹം എന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിഭക്തിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിരഹല്യയ്ക്കും വന്നൊരാനന്ദമേതം ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനാകിയ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപ നാശനകാരൻ കരനായോരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും
വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യ മരോഘവന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിത് അഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണം താനിതു ജഗന്നാഥൻ അർണാജവിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മനി ചിന്തിച്ചു ഉദ്ധാനവും ചെയ്തു ഭക്തിയ സത്വരമർഘാദികൾ കൊണ്ട് പൂജിച്ചിടാൻ മനോഹരൻ സന്തോഷാശ്രുക്കളൊഴുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമ്പിലേറ്റം വർദ്ധിച്ചു ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ദഗ്ധവർണ്ണത്തോടും അദ്വയനായരാനന്ദസ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ധിമഗ്നായി സ്തുതി ചെയ്താൾ. ഞാനഹോ ഗൃഹാർദ്ധനായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമത്രം അയ്യുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലേയാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നവാം സുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭഗവൽ പ്രസാദ അതിരേകത്താൽ അതിന്നെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം വികൽപ്പതേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലന്നല്ലോ ഭവാൻ. ത്വൽപാദാംബുജം പാംസു പവിത്ര ഭഗീരഥി സർപ്പ വിഭൂഷണ സർപ്പഭൂഷണ വിരിഞ്ചാദികളെ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൽപാദസ്പർശം ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതോ വൈകുണ്ഠാതൽ കുണ്ഠാത്മാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധ ആദ്യന്തഹീനം സത്യം അവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരെയും ഇന്നിതേ വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീ ദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നഹം കീർത്തിക്കുന്ന കൽമഷഹരം രാമചരിതം ദസായനം കാമരായാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയനേകൻ അവ്യക്തൻ അനാകുലൻ വേദനെല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് വരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പരപുരുഷൻ പുരാതനം കേവല സ്വയം ജ്യോതിസ്സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് പൂനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഇങ്ങനെ ഭക്തിയാ ജപിച്ചിടുവാൻ ഭജിച്ചിടുന്നേ മനസ്സിൽ ഞാൻ സ്വതന്ത്രൻ പരിപൂർണാനന്ദാത്മാ രാമനത അനന്തൻ നിജമായ ഗുണ ബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമാങ്ങൾ പൂണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി
വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം രാമ രാഘവ പാദപങ്കജം നമസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിത്തയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനോധ്യേയം മാനാർത്ഥം മൂന്നിൽ അകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലിശി മത്സ്യാങ്കിതം മന്മനോ നികേതനം കൽമഷവിനാശനം നിർമ്മലാത്മനാം പരമാസ്പദം നമസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനം രജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാച. ഓ ഭയ ഭേദേന ജഗന്മയൻ വാച്യനായി വരണമേ വാക്കിനു സദാ മമാം. കാര്യകാരണകർത്തൃഫല സാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ മാ ത്വന്മായ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വൽമാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ. വിശ്വാത്മാവാം തിരുവടി തന്നെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്ന നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സകൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തനാം ശക്തിയുക്തൻ തത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മായ നാഥൻ ഭക്തനാമുക്തിപ്രദൻ യുക്തനാം യോഗപ്രദൻ സക്തനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധപ്രദൻ തത്വാധാരാത്മാദേവം സകല ജഗന്മയൻ തത്വജ്ഞം നിരുപമം നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യം സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവഴിയായ എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാഭിവസിച്ചിടിലും എല്ലാ നാളും പൽത്തളേരിയുടെ ഇടകളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണം. ഒന്നൊഴിഞ്ഞ വരം ഞാൻ അർത്ഥിച്ചിരുന്നേയില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമ സ്വാജകൽപതേ. ജനനമരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായകോടീ സദൃശപ്രദം രാമം കരസാരസയുഗം സുദൃശസരലാപം കരുണാകരം കാളജലദാഭാസം രാമം ജനക രുചിരദിവ്യാംബരം രമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ജിതഗന്ധം കമലകലലോലവിമല വിലോചനം കമലോത്ഭവാനതം മനസാരാമരീടേ. പുരതസ്ഥിതം സാക്ഷരീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാം ആകും അഹല്യദാനം. പിന്നെ ലോകേശ്വരാനുച്ചയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പത്നിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചിടുന്നാൾ അഹല്യയും. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ
ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയൽ വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്ക് നൂനം. ഭക്തിയാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചാൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചേഴിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുകൽപ്പൻ കലകസ്തേ സുരാബായി ധരണീസുരഹന്ത പിതൃമാതൃഹ ഭോഗി പുരുഷാദാനം. ഏറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേജസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയ ജപിച്ചാതരാർവണത്തിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തം തൻ എന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലയേതും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നമസ്തേ എല്ലാവർക്കും. രാമായണ പാരായണം ഇതിൻ്റെ അർത്ഥം കൂടി പറയണമെന്നുണ്ട്. അത് നാല് ദിവസം കഴിയുമ്പം ബാലകാണ്ഡം അവസാനിക്കും. അപ്പോൾ അന്നേരം അർത്ഥം കൂടി പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്നാഗ്രഹിക്കുന്നു. 4 ദിവസമാകുമ്പോഴാണ് ഈ ബാലകാണ്ഡത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഒന്ന് 4-ാം ദിവസമായിട്ടുള്ള എന്ന് പറയാം. നാളെ തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.